We are inside my house, Sahadeva Mandira Molayati Malapiyum Avelikira. Now the time is 9:30. This somebody is applying laser onto my head, actually onto my top of my head, exactly top of my head, to make my hair fall actually. And now started smoke actually, from where I don't know from where the smoke is coming. I'm here inside my house sitting peacefully, and some bastards are doing all these things. Okay, laser, I can feel the burning sensation. Okay, and I'm here inside my own house. No bastard will come here. No, only me and my mother here. Okay, and these criminals are always trying to create nasty third-rate stories. Someone is here, someone is coming here, this and that. അപ്പോൾ ഞാൻ ഇന്നലെ SNDP പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. സ്മോക്ക് ഇങ്ങനെ അടിക്കുന്നതും അവരെല്ലാം കാണിച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ അങ്ങനത്തെ പോയിസണസ് ഗ്യാസ് അടിക്കുന്നതിൻ്റെ എല്ലാം തെളിവുണ്ട്. പിന്നെ നമ്മുടെ പുരികം എടുക്കുന്നതൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കും. ഇനി എടുത്താലും മനസ്സിലായില്ലയോ? പുരികം എടുക്കുക, നമ്മുടെ മുടി ഒഴിക്കുക. ഭയങ്കര രോഗങ്ങളാണ്, ഭയങ്കര രോഗം ഇപ്പോഴും മാറിയിട്ടില്ല രോഗം. ആരാണ്ടിരുന്ന് ഇങ്ങനെ അടിക്കുകയാണ്, ആരാന്നറിയത്തില്ല. അപ്പോൾ പിന്നെ ലേസറടിയാണ് ജോലി. ഇപ്പോൾ ഈ നമ്മുടെ ഫ്രണ്ട് ഭാഗത്തോട്ടാണ്, നോക്കട്ടെ ആരാണെന്ന്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ആൾക്കാർ വരുന്നു പോകുന്നു എന്നൊക്കെ പറഞ്ഞ് കഥ ഉണ്ടാക്കി അങ്ങനെ ഇരിക്കുക, നാണോ മാനോ ഇല്ലാതെ കഥകളുണ്ടാക്കലാണ് ജോലി. ഇവിടെ ഒരു 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 അവനും വരത്തില്ല, മനസ്സിലായില്ല. എൻ്റെ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയാണ്. എൻ്റെ ഗേറ്റ് നല്ലതായിട്ട് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ വീട്. ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ കഥകളുണ്ടാക്കണം അവർക്ക്. പിന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇഷ്ടംപോലെ വീഡിയോസ്. ഇവന്മാർ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ ഇങ്ങനെ തെറി വിളിക്കുന്നത്, തെറിപ്പാട്ടിൻ്റെ വീഡിയോസ്. നല്ല എന്താ സ്റ്റാൻഡേർഡ് തെറിപ്പാട്ടാണ് വിളിക്കുന്നതെന്ന് അറിയാമോ? ഒന്ന് കേട്ട് നോക്കണം. നമ്മളിങ്ങനെ ചിലതൊക്കെ പറയുന്നത് മാത്രമേ സർക്കുലേറ്റ് ആവും. ഇവൻ ഈ വിളിക്കുന്ന തെറിപ്പാട്ടൊന്നും സർക്കുലേറ്റ് ആവുന്നില്ല, എന്താണെന്നറിയത്തില്ല. അതൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ ചെയ്ത് വെച്ചിരിക്കുകയാണ്, മനസ്സിലായില്ലേ? ആൾക്കാർ കാണാതിരിക്കാൻ. ആൾക്കാർ കണ്ടാൽ ഇവൻ്റെ വീട് തിരക്കി വന്ന് ഇവനെ അടി കൊടുക്കും. അങ്ങനത്തെ തെറിപ്പാട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ കൊണ്ടുപോയി എൻ്റെ ഡിവോഴ്സ് അനുവദിച്ച മാവേലിക്കര കോടതിയിൽ നിന്ന് അനുവദിച്ച് കിട്ടിയ, ഫാമിലി കോടതിയിൽ നിന്ന് അനുവദിച്ച് കിട്ടിയ എൻ്റെ ഡിവോഴ്സിൻ്റെ പേപ്പേഴ്സൊക്കെ നമ്മൾ SNDP കൊണ്ട് കാണിച്ച് അവരോടൊക്കെ ഇങ്ങനെ അവർക്കൊക്കെ ഡൗട്ടായിരുന്നു, നമ്മൾ എന്താണ് ഡിവോഴ്സ് ആയോ ഇല്ലയോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവന്മാരുടെ പറഞ്ഞുള്ള വെപ്പ്. അറിയത്തില്ലെന്നൊക്കെ ആയിരിക്കും, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഇന്നലെ കൊണ്ട് എല്ലാവരെയും നല്ല ബോധ്യത്തിൽ കൊണ്ട് കാണിച്ച്. അപ്പോൾ അവർക്ക് മനസ്സിലായില്ലേ? അല്ലാണ്ട് വർക്കേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ അവർക്ക് നല്ല ഉത്തമ ബോധ്യം വന്നു നമ്മളുടെ. അപ്പോൾ ഇതിനകത്ത് ആരോ ഇരുന്നാണ് ഇത് അടിക്കുന്നതെന്ന് തോന്നുന്നു. ഇതിനകത്ത് ആരോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവന്മാരുടെ കയ്യിലായിരിക്കും ഫോണുള്ളത്. ഒരുത്തൻ ഇന്നലെ മുതൽ അതിനകത്തുണ്ട്, മനസ്സിലായോ? അപ്പം ഞാനും എൻ്റെ അമ്മയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ പറയേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അവർക്കൊക്കെ ഉത്തമമായിട്ട് ബോധ്യമായി നമ്മുടെ ഡിവോഴ്സൊക്കെ കഴിഞ്ഞതാണ്. 2019 ജനുവരി 23 അവനിങ്ങനെ ഗോപ്യമായിട്ടൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണിത്. ഭയങ്കര ഗോപ്യമാണ്. പ്രീതാസ് പണിക്കർ പറയുന്നതായിരുന്നു, ഡിവോഴ്സ് കഴിഞ്ഞെന്ന് ആരോടും പറയണ്ടെന്ന് വെച്ചാൽ ഇതൊക്കെയാണ്. എന്നെ അങ്ങ് കൊന്നേച്ച് ഇവൾക്കും ഇവനും കൂടെ അങ്ങ് പൊറുക്കാമെന്നാണ് വിചാരിച്ചത്, മനസ്സിലായില്ലയോ? ചേട്ടത്തി അങ്ങ് മരിച്ചുപോയി, ചേട്ടനും അനിയത്തിയുടെ കൂടെ അങ്ങ് പൊറുപ്പ് തുടങ്ങിയെന്ന് പറയാമെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതാണ് കാര്യം. അതിനെ അവൾ പറയുന്നത്, ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നത്, അയ്യോ എന്തുവാ ഡിവോഴ്സ് കഴിഞ്ഞെന്ന് ആരോടും പറയണ്ട പോലും, കേട്ടോ? കുറേ അമ്മമാരെല്ലാം അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം ഇവിടെ ഒന്നും ആരുമായിട്ട് വരത്തുമില്ല, മനസ്സിലായില്ലേ? ഇവിടെ ഒന്നും ഒരവനും വരത്തില്ല നമ്മുടെ വീട്ടിൽ. സമയം 9:34, കേട്ടോ? ഇതാണ് നമ്മുടെ വീട്. ഇവിടോട്ടെങ്ങും അപ്പം കുട്ടാസിൻ്റെ ഡ്രാമ കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ ആണെന്ന് തോന്നുന്നു ഡ്രാമ. ഈ പുതിയ വീടുണ്ടാക്കുന്നിടത്ത് ഇങ്ങനെ പലയിടത്തായിട്ടാണ് ഡ്രാമകളൊക്കെ ആരണ്ട് വരുന്നു. എന്തൊക്കെയോ കാശിങ്ങനെ എൻ്റെ അമ്മ 1967 ബാലെന്ന് പറയുന്നവൻ്റെ അടുക്കൽ നിന്ന് കോമ്പൻസേഷൻ വാങ്ങിച്ചത്. ഇങ്ങനെ എന്തൊക്കെ കോമ്പൻസേഷൻ വാങ്ങിക്കുക. ഞാൻ ആരാൻ്റെ കൂടെ പോയി എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ അത് നടന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കോമ്പൻസേഷൻ വാങ്ങിച്ച് പുട്ടടിക്കുന്ന ഏതോ പ്രീതാസ് പണിക്കറോ അങ്ങനത്തെയൊക്കെ തേട്ടിട്ടുണ്ട്. അവിടെ 2 പെൺമക്കളുണ്ട്. ഇവളും കൂടെ അങ്ങ് നടന്നാൽ മതി. 2 പെൺമക്കൾ അനുഗ്രഹിച്ച് ദൈവം കൊടുത്തിട്ടുണ്ട്. 2 പെണ്ണിനെ ഇവളെയും 3 പെണ്ണുങ്ങളും കൂടെ അങ്ങ് ഇറങ്ങിയാൽ മതി. അല്ല പിന്നെ ആ രാജമ്മയും കൂടെ വിളിക്കുക. അവളും ഇങ്ങനെ നടക്കുക, പണ്ട് മുതലേ കോമ്പൻസേഷനും അത് ഇതൊക്കെ വാങ്ങിച്ച് അവരെയൊക്കെ വിളിച്ചങ്ങ് നടന്നേച്ച് കോമ്പൻസേഷൻ വാങ്ങിച്ചാൽ മതി. എൻ്റെ വീട്ടിൽ ഞാൻ മര്യാദയ്ക്ക് ഇരിക്കുക, മനസ്സിലായില്ലയോ? ഇങ്ങനെ കഥകളൊന്നും ഉണ്ടാക്കണ്ട, എന്നെക്കുറിച്ച് കഥയൊന്നും ഉണ്ടാക്കണ്ട.
അതുപോലെ എൻ്റെ മുടി കൊഴിക്കുക, എൻ്റെ എന്താ നിൻ്റെ സൗന്ദര്യം ലേസർ അടിച്ചാൽ നിൻ്റെ സൗന്ദര്യം പോടി, നിൻ്റെ സൗന്ദര്യം പോടി എന്നാണ് ഈ സുബ്രഹ്മണ്യം ചോദിക്കുന്നത്. അപ്പോൾ എൻ്റെ സൗന്ദര്യം കളയണമെന്നുള്ള ഇതിലാണ്. ഇവനാരാണ് എൻ്റെ സൗന്ദര്യം കളയാൻ? ഇവനാരാ? സുബ്രഹ്മണ്യനും കണ്ടവന്മാരും ലേസറും കൊണ്ടിരിക്കുന്നവന്മാർ നമ്മുടെ സൗന്ദര്യം കളയാൻ ഇവന്മാരൊക്കെ ആരാ? നമുക്ക് ഭയങ്കര രോഗമാണ്, കൃമികടി രോഗമായിട്ട് ഇങ്ങനെ ഇരിക്കുക, ലേസറും ഒക്കെ പിടിച്ച് കുറേ അവന്മാരും അവളുമാരും. അല്ല അവിടെ ഇങ്ങനെ പുകച്ച് വിടുന്നു കണ്ടില്ലേ? പുകയിങ്ങനെ പറക്കുന്നല്ലോ അവിടെ നിന്ന്, കണ്ടോ? ഇങ്ങനെ പുകയ്ക്കുകയാണിങ്ങനെ, കണ്ടില്ലേ? പുകഞ്ഞ് മറിയുന്ന അവിടെയാണ് നമുക്കിവിടെ ഇരിക്കേണ്ട, പുക മറിയുന്നത് കാരണം. കണ്ടില്ലേ പുകച്ച് മറിക്കുന്നത്? ഇങ്ങനെ പുക വല്ലയിടവും കണ്ടിട്ടുണ്ടോ? ഞാൻ രാവിലെ ഇങ്ങ് തുടങ്ങും പുകച്ച് മറിക്കാൽ. ദിവസമുണ്ട് ഇതാരോ ഒരാൾ പറഞ്ഞു തന്നെ പരാതി കൊടുക്കണമെന്ന്. ചില ദിവസം ഭയങ്കര ടയറിൻ്റെ വാടയും അങ്ങനെ പലതുമാണ്, മനസ്സിലായില്ലേ? ഇനി പരാതി കൊടുക്കണമെന്ന് ആൾക്കാർ പറയുന്നത്. ഇങ്ങനെ അങ്ങ് പുകച്ച് മറിക്കാൻ. ഇതിനു വേണ്ടി എന്തോ ഈ പുക ദിവസവും അങ്ങ് പുകയ്ക്കുക. പൊല്യൂഷൻ ഇല്ലാതാക്കാനാണ് നമ്മുടെ ഗവൺമെൻറ് പ്ലാസ്റ്റിക്കും അതും ഇതുമൊക്കെ വന്ന് എടുത്തുകൊണ്ട് പോകുന്നത്. നിങ്ങൾക്കറിയാമല്ല, പൊല്യൂഷൻ ഇല്ലാതാക്കാനെന്നുള്ള ഉദ്ദേശത്തോടാണ് ഇതൊക്കെ നടത്തുന്നത്. ഇനി അങ്ങ് നടപ്പാ. കണ്ടവനൊന്നും ഇവിടെ കയറത്തില്ല നമ്മുടെ അടുക്കൽ, മനസ്സിലായില്ലേ? ആരൊക്കെയോ വരുന്നു പറഞ്ഞുള്ള ഡ്രാമയായിട്ടൊക്കെ നടപ്പാണ് ഇവിടോട്ട്.